ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഐലൻഡ്. അവിടേക്ക് ഒരു കാലാവസ്ഥാ നിരീക്ഷകൻ ജോലിക്കായിട്ട് പോവുകയാണ്. പക്ഷേ രാത്രി കാലങ്ങളിൽ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്കൊക്കെ വിചിത്രമായിട്ടുള്ള ജീവികൾ കയറി വരാനായിട്ട് തുടങ്ങും. അതേ കൂട്ടുകാരെ, 2017 പുറത്തിറങ്ങിയിട്ടുള്ള കോൾഡ് സ്കിൻ എന്ന് പറയുന്ന ഒരു കിഡിലൻ സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഒട്ടും വൈകിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ 1914 കാലഘട്ടമാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിജനമായിട്ടുള്ള ഐലൻഡിലേക്ക് ഒരു കാലാവസ്ഥാ നിരീക്ഷകൻ എത്തുകയാണ്. ഇവന്റെ പേര് ഫ്രണ്ട് എന്നാണ്. ക്യാപ്റ്റനായിട്ടുള്ള എക്സൽ ആണ് അങ്ങോട്ടേക്ക് അവനെ കൊണ്ടുപോകുന്നത്. കൂട്ടത്തിൽ കുറച്ച് പേരുമുണ്ട്. അത്യാവശ്യത്തിന് വെടിയുണ്ടകളും റൈഫിളും പിന്നെ ഫുഡും എല്ലാം കൊണ്ടാണ് ഇവരിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. വളരെ ചെറിയ ഒരു ഐലൻഡാണത്. അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് ഹൗസിന് ഒരു കെയർ ടേക്കറും ഉണ്ട്. മിസ്റ്റർ ഗ്രൂണർ എന്നാണ് അയാളുടെ പേര്. അങ്ങനെ ഈ സംഘം ഈ ഒരു ഐലൻഡിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിന് താമസിക്കാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് കാലം ഇനി ഫ്രണ്ട് ഇവിടെ തന്നെയായിരിക്കും. എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഗ്രൂണറെ വിളിക്കാനായിട്ട് മറക്കണ്ട എന്ന് നമ്മുടെ ക്യാപ്റ്റൻ എക്സൽ പറയുന്നുണ്ട്. ഈ ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കാണ്ട് കിടക്കുകയാണ്. കാരണം മേശയിലൊക്കെ നല്ല രീതിയിലുള്ള പൊടിയുണ്ട്. ഈ ജനലിലൂടെ നോക്കുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഈ വീടൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഇവർ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ മിസ്റ്റർ ഗ്രൂണർ ഉള്ളത്. ലൈറ്റ് ഹൗസിൻ്റെ കോലം കാണുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിന് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. കാരണം ഈ ഒരു ലൈറ്റ് ഹൗസിന് ചുറ്റുമായിട്ട് ഓരോരോ കുന്തമുനകൾ പോലെ കമ്പുകളും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനെയോ തടയാനായിട്ട് വെച്ചിരിക്കുന്നത് പോലെ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്കുള്ള വാതിൽ എത്ര തട്ടി നോക്കിയിട്ടും നമ്മുടെ ഗ്രൂണർ അത് തുറക്കുന്നേ ഇല്ല. പുള്ളിക്കാരൻ നല്ല ഉറക്കാണ്. ഇവരങ്ങനെ ആ ഒരു വാതിൽ പൊളിച്ചിട്ടാണ് അകത്തേക്ക് കയറുന്നത് തന്നെ. ഈ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ ഒരു പരുക്കൻ സ്വഭാവക്കാരനായിരുന്നു. പോരാത്തതിന് ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥാ നിരീക്ഷകനാണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടെന്നും അത് എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ചപ്പോൾ ടൈഫസ് ആണ് അതിനെ കൊന്നതെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ശരീരം എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്നാണ് ഗ്രൂണർ പറയുന്നത്. അങ്ങനെ ക്യാപ്റ്റൻ എക്സലും കൂട്ടരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരികെ പോകാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും നീ സൂക്ഷിച്ചോണം എന്നും പറഞ്ഞുകൊണ്ടാണ് ക്യാപ്റ്റൻ എക്സൽ മടങ്ങിപ്പോകുന്നത്. ഇന്നത്തെ ദിവസം ഫ്രണ്ട് ഒറ്റയ്ക്ക് തന്നെ ആ ഒരു ഐലൻഡ് മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ശേഷം അവൻ താമസിക്കുന്ന ആ ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു കാലാവസ്ഥാ നിരീക്ഷകന്റെ ഡയറിയും മറ്റും കിട്ടുന്നുണ്ട്. ആ ഡയറിക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡ്രോയിങ്സും മറ്റൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പലതരത്തിലുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള കടൽ ജീവികളുടെ ഒപ്പം ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കടൽ തീരത്തായിട്ട് ഒരുപാട് കല്ലുകൾ വൃത്താകൃതിയിൽ കൂട്ടി വെച്ചിട്ട് അതിന് നടുവിലായിട്ട് ഈ കക്കത്തോടുകളും മറ്റുമൊക്കെ വെച്ചിരിക്കുന്നു. ഇത് മിസ്റ്റർ ഗ്രൂണറിന്റെ പണിയായിരിക്കോ എന്നാണ് ഇപ്പോൾ ഇവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ബൈനോക്കുലർ എടുത്തിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് അവൻ നോക്കുകയാണ്. മിസ്റ്റർ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റിട്ട് ഞെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് വന്നിട്ട് ലൈറ്റ് ഹൗസിന്റെ. പക്ഷേ ലൈറ്റ് ഹൗസിന്റെ മുകളിലായിട്ട് എന്തോ തരത്തിലുള്ള ഒരു ജീവി ഉള്ളതായിട്ട് നമ്മുടെ ഫ്രണ്ടിന് തോന്നുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൻ നോക്കുമ്പോൾ അതിനെ കാണാനും ഇല്ല. അങ്ങനെ അന്നത്തെ ദിവസവും കടന്നുപോയി. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഇവനിപ്പോൾ കിടക്കാനായിട്ട് നിൽക്കുമ്പോഴാണ് പല ജീവികളുടെയും സൗണ്ട് അവൻ പുറത്തുനിന്ന് കേൾക്കുന്നത്. അത് ഈ ഒരു ജീവികളായിരിക്കുമെന്ന് അവനൊരു ഭയം ഉണ്ടായിരുന്നു. അതായത് അവൻ ആ ഒരു ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഒരു വീടിനുള്ളിലുണ്ടായിരുന്ന ഒരു സെല്ലാറിലേക്ക് അവൻ കയറി ഒളിക്കുകയാണ്. ഈ ജീവികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവൻ്റെ വീടിൻ്റെ ഉള്ളിലുണ്ട്. നേരം വെളുക്കുന്നത് വരെ അവൻ സെല്ലാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. പിന്നീടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിൻ്റെ കാൽപ്പാടുകൾ അന്വേഷിച്ച് ചെന്നപ്പോൾ അത് നേരെ കടലിലേക്കാണ് പോയിരിക്കുന്നത് അവന് മനസ്സിലായി. ഈ കാര്യം ഗ്രൂണറിൻ്റെ അടുത്ത് പറയാനായിട്ട് അവൻ പോയപ്പോൾ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേത്തോട്ട് അഴുക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഗ്രൂണർ നോക്കിയിട്ട് ഇനി കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നേരെ അവൻ താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ട് ഈ ജീവികൾ വരുമ്പോൾ തടയാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുന്തമുനകളും കമ്പും അതുപോലെ തന്നെ വലിയ കുഴികളൊക്കെ എടുത്തിട്ട് അതിൽ മൊത്തം കടലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പെട്രോളൊക്കെ ഒഴിച്ച് വെച്ചേക്കാണ് ഈ ജീവികൾ വരുമ്പോൾ കത്തിക്കാനായിട്ട്. ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. കടൽക്കരയിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേട്ടിട്ട് അവൻ ജനലിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. അവനാകെ ഞെട്ടിത്തരിച്ചു പോയി. നീല കളറുള്ള മനുഷ്യന്മാരേതുപോലെയുള്ള കുറച്ച് ജീവികൾ ഈ ഒരു വീട്ടിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അകത്തേക്ക് കിടക്കാനായിട്ട് നോക്കുമ്പോഴൊക്കെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് നേരെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ഉണ്ടെന്നും തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ വീടിന് ചുറ്റും തീ വെച്ചു. ഈ ജീവികളാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോവുകയും ചെയ്തു. പക്ഷേ വീടിനുള്ളിലേക്കും തീ പടർന്നതോട് കൂടിയിട്ട് നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കടൽക്കരയിലായിട്ട് അവൻ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും എന്തോ ഭാഗ്യത്തിന് മഴയും പെയ്തു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവൻ ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ ഒരു വീട് മൊത്തത്തിൽ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. എന്തായാലും ഇനി അവിടെ താമസിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രൂണറെ ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാളിപ്പോൾ ഒരു പാത്രം എടുത്ത് എങ്ങോട്ടോ പോവുകയാണ്.
അതും ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ അയാളുടെ തൊട്ട് പുറകിലുണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് ഇപ്പോൾ അവൻ കയറിയപ്പോൾ ഒരു ജീവി വന്നിട്ട് അവനെ ആക്രമിക്കാനായിട്ട് നോക്കുകയാണ്. ഒരു ഫീമെയിൽ ആംഫിബിയസ് ക്രീച്ചർ ആയിരുന്നു അത്. നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീച്ചറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഗ്രൂണർ പറയുന്നുണ്ട് അതൊന്നും ചെയ്യില്ല, അത് ഹാംലെസ് ആണ്. അതായത് അന്ന് ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നമ്മുടെ ഗ്രൂണറിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു ക്രീച്ചർ തന്നെയായിരുന്നെന്ന് നമ്മുടെ ഫ്രണ്ടിന് ഇപ്പൊ മനസ്സിലായി. ഈ ഒരു ജീവിക്ക് ഗ്രൂണർ ഒരു പേരിട്ടിട്ടുണ്ട്, അനേറിസ് എന്നാണ്. ഇപ്പൊ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിനെ ലൈറ്റ് ഹൗസിൽ താമസിക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു 10 ഫുഡ്സും അതുപോലെ തന്നെ വെപ്പൺസും എല്ലാം എടുത്തുകൊണ്ട് ഇവരിപ്പോ ഈ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിന്റെ കൈയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ അനേറിസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മുറിവിൽ നക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മുറിവ് ഇനി പെട്ടെന്ന് ഉടങ്ങിക്കോളും എന്നും ഗ്രൂണർ പറയുന്നുണ്ട്. അനേറിസ് എന്ന് പറയുന്ന ആ ഒരു പാവം ജീവി വളരെ പാവമായിരുന്നു. ഒരു അടിമയെ പോലെയാണ് ഈ ഒരു ഗ്രൂണർ അതിനെ കാണുന്നത്. ഗ്രൂണർ എപ്പോഴും അതിനെങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ തല്ലിക്കൊണ്ടേയിരിക്കും. പക്ഷേ എന്തൊക്കെ ചെയ്താലും അതെന്നെ വിട്ടു പോവില്ല എന്ന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഗ്രൂണർ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഗ്രൂണറും ഫ്രണ്ടും ഇപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് എത്തി നിൽക്കുകയാണ്. എന്നിട്ട് അവർ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, രാത്രിയാകുമ്പോൾ ആ ജീവികൾ വരുമ്പോൾ എന്തായാലും ചെയ്യുക, എന്ത് ചെയ്യാനാ, നമ്മൾ പൊരുതുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ ഈ ഒരു ഗ്രൂണർ പറയുന്നത്. നമ്മുടെ ഫ്രണ്ടിനെയും ഒരു പണിക്കാരൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഗ്രൂണർ കണക്കാക്കുന്നത്. ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ അനേറിസ് വരുന്നുണ്ട്. എന്നിട്ട് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നോക്കി കാണുകയാണ്. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഗ്രൂണർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും ഈ ഒരു ജീവികൾ വരുന്നില്ല എന്ന് കണ്ടപ്പോൾ അനേറിസിനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ഗ്രൂണർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അതായത് ഈ ഒരു ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക്. അനേറിസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് ഈ ഒരു ജീവികൾ വരുമെന്നാണ് ഇപ്പോൾ ഗ്രൂണർ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരുപാട് ക്രീച്ചേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. അത് കണ്ടു നിൽക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ടിന് കഴിഞ്ഞില്ല. അവൻ അപ്പം തന്നെ ബോധം കെട്ടു പോകുന്നുണ്ട്. തോക്കെടുത്ത് പോരാട് എന്നൊക്കെ ഗ്രൂണർ ഒച്ചത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവനാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ടു പോയിരുന്നു. അടുത്ത ദിവസം ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് ഒരൊറ്റ അവസരം കൂടി നിനക്ക് തരും, കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് വെള്ളമൊക്കെ എടുത്തിട്ട് തിരികെ ഈ ഒരു ലൈറ്റ് ഹൗസിലേക്ക് വരികയാണ്. പക്ഷേ മുകളിലത്തെ നിലയിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നു. അവൻ പോയി നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. ആ പാവം അനേറിസിനെ ശാരീരികമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂണർ. അവനത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ഉടനെ തന്നെ അവൻ താഴേക്ക് വന്നു. ഇന്ന് രാത്രിയും നീ ആ ഒരു ജീവികളെ തീർക്കാനായിട്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്ന് നമ്മുടെ ഗ്രൂണർ ഫ്രണ്ടിനെ താക്കീത് കൊടുക്കുന്നുണ്ട്. രാത്രിയായപ്പോൾ ഫ്ലെയർ ഗൺ പൊട്ടിക്കുന്നുണ്ട്. ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ ഈ ജീവികൾ ഇപ്പോൾ കരയിലേക്ക് വരികയും പിന്നീട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കയറാനായിട്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ ആ ഒരു പുറത്തേക്കുള്ള വാതിലടച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂണറാണെന്നുള്ള അകത്തേക്ക് വന്നു. അവൻ ഒറ്റയ്ക്ക് ചെയ്യട്ടെ, അല്ലെങ്കിൽ അവൻ തീർന്നോട്ടെ എന്നുള്ള രീതിയിൽ. പിറ്റേ ദിവസം മാത്രമാണ് ലൈറ്റ് ഹൗസിൻ്റെ പുറത്തേക്കുള്ള ആ ഒരു വാതിൽ നമ്മുടെ ഗ്രൂണർ തുറക്കുന്നത്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഫ്രണ്ട് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാ ജീവികളെയും അവൻ തീർത്തിട്ടുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. എന്നും ഈ ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഗ്രൂണറുടെ ആ ഒരു പരുക്കൻ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. ഫ്രണ്ടിനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്താവുന്നോ അങ്ങനെയൊക്കെ ഗ്രൂണർ കഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ നമ്മുടെ ഫ്രണ്ടിന് ഇതൊന്നും സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ശീലമായിട്ട് ഇവരിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുന്തമുനകളും മറ്റുമൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും തടികൾ വേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് അയാൾ പറയുന്നുണ്ട്. അന്ന് രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവർ വീണ്ടും ഈ ഒരു ജീവികൾ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ഒരു ജീവിയും അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല. ഫ്രണ്ടിന് ഈ ഒരു ക്രിയേച്ചേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു ലൈറ്റ് ഹൗസിൽ ആക്രമിക്കാനായിട്ട് ഈ ഒരു ക്രീച്ചേഴ്സൊക്കെ വരുമ്പോൾ ഈ ഒരു അനേറിസ് എന്ന് പറയുന്ന ആ ഒരു ക്രിയേച്ചർ അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ കൊണ്ട് പാടിപ്പിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് മിണ്ടി എന്ന് പറഞ്ഞിട്ട് അനേറിസിനെ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ വളരെ പൈശാചികമായിട്ടൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. ഒരു ദിവസം നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദ്വീപ് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നടക്കുകയാണ്. അനേറിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളത്തിൽ കളിക്കുന്നത് അവൻ കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് അനുകമ്പ അല്ലെങ്കിൽ സഹതാപം തോന്നിയിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ അതിനെ തൊടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്നും മാറി പോവുകയും ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഇവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ബാക്കി വന്ന ഭക്ഷണമൊക്കെ ഈ ഒരു അനേറിസിന് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ നമ്മുടെ ഗ്രൂണർക്ക് ഇഷ്ടപ്പെടുന്നില്ല. പോരാത്തതിന് ഈ ഒരു ചെസ്സ് കളിയിൽ ഇപ്പോൾ ഗ്രൂണർ തോൽക്കാനായിട്ട് പോവുകയാണ്. അതോടുകൂടിയായപ്പോൾ ഗ്രൂണർക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇപ്പോൾ രണ്ടുപേരെയും അനേറിസിനെയും അതുപോലെ തന്നെ ഫ്രണ്ടിനെയും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആഴ്ചകളോളമായിട്ട് വരാതിരുന്ന ആ ഒരു ക്രീച്ചേഴ്സ് മൊത്തം ഈ ഒരു ലൈറ്റ് ഹൗസിന് ചുറ്റുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഗ്രൂണറും അതുപോലെ തന്നെ ഫ്രണ്ടും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് പോയിട്ട് ഈ ക്രീച്ചേഴ്സിനെ മൊത്തം തീർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ ഒരുപാട് ക്രീച്ചേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ലാസ്റ്റ് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഈ ക്രീച്ചേഴ്സ് മൊത്തം വരുന്ന അവസ്ഥ പോലും എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുവിധം
ഉള്ളിലേക്ക് കയറിയിട്ടുള്ള എല്ലാ ക്രീച്ചേഴ്സിനെയും തീർത്തതിന് ശേഷം ഇവർ ആ ഒരു വാതിലടച്ചിട്ട് ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. വേറെ ഒരു മാർഗ്ഗം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഗ്രൂണറിൻ്റെ കാലിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിലുള്ള പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഗ്രൂണർ കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഈ അനേറിസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മുഷിപ്പും കൂടാതെ അയാളുടെ മുറിവും മറ്റുമൊക്കെ പരിചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അനേറിസിൻ്റെ കാര്യം ഓർത്തിട്ട് ഫ്രണ്ടിന് ഭയങ്കര രീതിയിൽ പശ്ചാത്താപവും കാര്യമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനൊരു ജീവിയെ ഇയാൾ ഇങ്ങനെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നത് ശരിയല്ല എന്നുള്ള തോന്നൽ മാത്രമാണ് ഇപ്പോൾ ഫ്രണ്ടിൻ്റെ മനസ്സിലുള്ളത്. ഒരു ദിവസം നമ്മുടെ ഫ്രണ്ട് കടലിലേക്ക് നോക്കിയപ്പോൾ ഒരു ബോട്ട് അവിടെയായിട്ട് കാണുന്നു. അവൻ ഓടിപ്പോയിട്ട് ഫ്ലെയർ ഗൺ എടുത്തുകൊണ്ട് വരികയാണ്. പക്ഷേ അത് ഫ്ലെയർ ഗൺ പൊട്ടിക്കാൻ പോലും ഈ ഒരു ഗ്രൂണർ സമ്മതിക്കുന്നില്ല. ഇവിടെ ഞാനാണ് രാജാവ്, ഇവിടുത്തെ കാര്യങ്ങൾ ഞാനാണ് തീരുമാനിക്കുന്നത്, വീണ്ടും ഇനി ഇങ്ങോട്ട് ആളുകളെ വരുത്തണ്ട എന്നൊക്കെ പറയുകയാണ്. അനേറിസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനെ രക്ഷിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതോടുകൂടി ആയപ്പോൾ ഗ്രൂണർക്ക് ദേഷ്യം വന്നു. അതായത് ഒരു സാഡിസ്റ്റ് ചിന്താഗതിയാണ് ഗ്രൂണർക്കുള്ളത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഹൗസിനുള്ളിലേക്ക് നമ്മുടെ ഫ്രണ്ട് കയറി ചെല്ലുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ഈ ഒരു അനേറിസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടുകയും ചെയ്യുന്നുണ്ട്. ഇവൻ നേരെ അനേറിസിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. പക്ഷേ ഈ പാവാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വിറച്ചിട്ട് ഒരു കടൽ തീരത്ത് ചുമ്മാ അങ്ങനെ കിടക്കുകയായിരുന്നു. നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും അനേറിസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു വിധത്തിൽ അവൻ ഇവിടെ നിന്നും, അതായത് ഈ ഒരു ദ്വീപിൽ നിന്നും എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് പോകണം, രക്ഷപ്പെട്ട് പോകണം എന്നൊക്കെ രീതിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്കാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്തു. എന്നിട്ടൊരു ബോട്ടിൻ്റെ ഒരു ചെറിയ ശില്പം കാണിച്ചു കൊടുത്തപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ അവനെയും കൂട്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു കുഞ്ഞു ബോട്ട് അവിടെ കിടക്കുന്നത് നമ്മുടെ ഫ്രണ്ട് കണ്ടു. ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ തൻ്റെ താങ്ക്സും മറ്റൊക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൾക്കതൊന്നും മനസ്സിലാവില്ലല്ലോ. ഈ കാര്യം പോയിട്ട് നമ്മുടെ ഗ്രൂണർ അടുത്ത് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞെങ്കിലും ഗ്രൂണറാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കൊടുക്കുന്നേ ഇല്ല. അതായത് ഈ ഒരു ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊന്നും ഗ്രൂണറുടെ മനസ്സിലില്ല. ഈ ഒരു ദ്വീപിൽ ഞാനാണ് രാജാവ്, ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു അഹന്ത മാത്രമാണ് അവൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ കേടുവന്ന ബോട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പയർ ചെയ്തിട്ട് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൊട്ടടുത്ത് നമ്മുടെ അനേറിസ് നീന്തി തുടിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് കാണുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് അവനും ഇറങ്ങുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഒരുമിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ ഗ്രൂണർ ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൻ ആ ഒരു ദേഷ്യം ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂണർ വന്നിട്ട് ഇവനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അതായത് ഒരു വലിയ ഷിപ്പ് തകർന്ന് അല്ലെങ്കിൽ മുങ്ങിപ്പോയിട്ടുള്ള ഒരു സ്ഥലം, അതിനടിയിലായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും വെപ്പൺസും അല്ലെങ്കിൽ ഡൈനാമൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഇപ്പോൾ ഡൈവ് ചെയ്ത് താഴേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഓരോരോ പെട്ടികളായിട്ട് ഇവരിങ്ങനെ ഈ ഒരു ബോട്ടിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1914 കാലഘട്ടമാണെന്ന് ഓർക്കണം. ഡൈവിങ് സ്യൂട്ടും കാര്യങ്ങളൊന്നുമല്ല, വലിയ ഇരുമ്പിൻ്റെ ചട്ടയാണ്. അതിനാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ വെയിറ്റും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവന് മുകളിലേക്ക് ഇങ്ങനെ നീന്തി തുടിച്ച് വരാനൊന്നും പറ്റില്ല. ഈ പെട്ടികളൊക്കെ അവിടെ നിന്ന് എടുത്തതിന് ശേഷം ആ ഒരു ചട്ട മൊത്തത്തിൽ അവിടെ ഉപേക്ഷിക്കും. അതിനുശേഷം അവൻ നീന്തിയിട്ട് മുകളിലേക്ക് വരണം. അതാണ് പ്ലാന്. ഈ ചട്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്യൂട്ടിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ നീന്തി മുകളിലേക്ക് ഈ ഒരു ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവര് ഈ ലൈറ്റ് ഹൗസിൽ എത്തിയതിന് ശേഷം ആ ഒരു പെട്ടിയും മറ്റൊക്കെ തുറന്നു നോക്കുകയാണ്. ഒരു പെട്ടിയിലാണെന്നുണ്ടെങ്കിൽ മൊത്തം കേട് വന്ന ഡൈനാമൈറ്റ് ആയിരുന്നു. മറ്റ് 2 പെട്ടിയിൽ നിന്നും ഇവർക്ക് നല്ല കിഡിലൻ ഡൈനാമൈറ്റ്സ് കിട്ടി. അങ്ങനെ ഈ ഒരു ലൈറ്റ് ഹൗസിന് ചുറ്റുമായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, രാത്രി ഈ ജീവികൾ വന്ന പൊട്ടിക്കാനായിട്ട്. പക്ഷേ മഞ്ഞുകാലമായിരുന്നു, മഞ്ഞൊക്കെ പെയ്തു തുടങ്ങി. അന്ന് രാത്രി ഒരൊറ്റ ജീവികളും അങ്ങോട്ടേക്ക് വന്നില്ല. അന്ന് രാത്രി മൊത്തം ഗ്രൂണർ അവിടെ ഈ ഒരു ഡൈനാമൈറ്റ് പൊട്ടിക്കാനായിട്ട് ആ ഒരു സ്വിച്ചിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ നമ്മുടെ ഫ്രണ്ട് വന്ന് നോക്കുമ്പോഴും തണുത്ത് വിറങ്ങലിച്ചിട്ട് ഗ്രൂണർ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഗ്രൂണറേയും വിളിച്ചുകൊണ്ട് നമ്മുടെ ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അകത്തേക്ക് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. നേരത്തെ കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഫ്രണ്ടിനെ ശരിക്കും ഗ്രൂണർ കൊല്ലാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഡൈവിങ് സ്യൂട്ട് ഉണ്ടല്ലോ, അതിലേക്കുള്ള ആവശ്യത്തിനുള്ള എയർ സപ്ലൈ, അതുപോലെ തന്നെ അവൻ അവിടെ നിന്ന് മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് കയറ് വലിച്ചപ്പോഴൊന്നും ഈ ഒരു ഗ്രൂണർ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഇവർ 3 പേരും ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനേറിസിനെ നല്ല രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗ്രൂണർ. ഇത് കണ്ട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ആ കാര്യത്തിൽ ഇപ്പോൾ ഫ്രണ്ടും ഇടപെടുന്നുണ്ട്. അങ്ങനെ ഇവർ 2 പേരും തമ്മിലും ഫൈറ്റ് നടക്കുന്നുണ്ട്. ശേഷം ഇവർ പതുക്കെ നിർത്തിയതിന് ശേഷം രാത്രി കാണിച്ചു തരാമടാ, നീ എത്ര എണ്ണത്തിനെ കൊല്ലുന്നു എനിക്കൊന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ട് ഗ്രൂണർ അവിടെ നിന്നും പോവുകയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സാഡിസ്റ്റിക് അല്ലെങ്കിൽ താൻ ഒറ്റയ്ക്കായി പോകുമോ എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഗ്രൂണർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത്തവണ ലൈറ്റ് ഹൗസിൻ്റെ മുകളിലുണ്ടായിരുന്ന ലൈറ്റും അതുപോലെ തന്നെ താഴെ, അതായത് ഈ ലൈറ്റ് ഹൗസിൻ്റെ താഴെയുള്ള ഡോറും തുറന്നു വെച്ചിട്ട് അടിയിൽ ഫ്രണ്ട് ഇരിപ്പുണ്ട്, ഏറ്റവും മുകളിലായിട്ട് ഗ്രൂണറും ഇരിപ്പുണ്ട്. പക്ഷേ ഈ ക്രിയേച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് വരുന്നില്ല. അങ്ങനെ അനേറിസിനെ ഈ ഒരു ലൈറ്റ് ഹൗസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ ഉറക്കെ പാട് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഒരൊറ്റ ക്രീച്ചേഴ്സ് പോലും വന്നില്ല.
അങ്ങനെ സഹി കെട്ടിട്ട് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് അവിടെ താഴെ വെച്ചിരുന്ന ലൈറ്റുകൾ മൊത്തം അണയ്ക്കാനായിട്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ലൈറ്റ് അണച്ചതിന് ശേഷം തിരികെ കയറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു അവൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ തുരുതുരാന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനൊക്കെ അവൻ റൈഫിൾ ഉപയോഗിച്ചിട്ട് തീർക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല കാര്യങ്ങളെല്ലാം. ഒരുപാടെണ്ണം, അതായത് താഴെ ആ ഒരു ഡോർ തുറന്നെടുക്കരുന്ന് അതുവഴിയും കയറുന്നുണ്ട്, മുകളിലൂടെയും വരാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയില്ലാണ്ട് കണ്ടപ്പോൾ നമ്മുടെ ഗ്രൂണറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡൈനാമൈറ്റ് പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അതിൻ്റെ വയർ മൊത്തം ഫ്രണ്ട് ഊരിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഫ്രണ്ടും അത് കണക്ട് ചെയ്യുകയും ഇവർ ആ ഡൈനാമൈറ്റ് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അതോട് ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ട് ഇതിന് ചുറ്റിലുമുണ്ടായിരുന്ന ഒരുപാട് ക്രിയേച്ചേഴ്സ് ഒക്കെ ഇല്ലാതാവുന്നുണ്ട്. അതിൻ്റെ ആഘാതത്തിൽ ഇവരങ്ങനെ ബോധം കെട്ട് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗ്രൂണറിൻ്റെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ ഈ ഒരു ലൈറ്റ് ഹൗസിന് ചുറ്റുമായിട്ട് ഒരുപാട് ക്രിയേച്ചേഴ്സ് ഇപ്പോഴും പകുതി ജീവനോടെയൊക്കെ നിൽക്കുന്നുണ്ട്. അതിനെയൊക്കെ കൊല്ലാനായിട്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഗ്രൂണർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിന് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ ഗ്രൂണർ ആണെന്നുണ്ടെങ്കിൽ ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ അതിനെയൊക്കെ തീർത്ത് കളയുകയാണ്. അന്ന് രാത്രി ഗ്രൂണർ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ദിവസം ഒരു നെറ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അനേറിസിനെ രക്ഷപ്പെടുത്തിയത് ഞാനായിരുന്നു. അന്നത്തെ രാത്രി ഈ ഒരു ക്രീച്ചേഴ്സ് ഒന്നും വന്നിട്ട് അറ്റാക്ക് ചെയ്തില്ല. ഇപ്പം നിലവിൽ അനേറിസിനെ അവിടെ കാണാനില്ല, അവൾ മിസ്സിംഗ് ആണ്. നമ്മുടെ ഗ്രൂണർ ഉറങ്ങുന്ന സമയത്ത് ഒരു ഫോട്ടോ നമ്മുടെ ഫ്രണ്ട് കാണുന്നുണ്ട്. അതായത് നേരത്തെ ഒരു ഡയറിയിൽ നിന്ന് അവനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ഫോട്ടോയുടെ കൂടെ ഇവനും, അതായത് ഗ്രൂണറും ഉണ്ടായിരുന്നു. അതായത് ഗ്രൂണറും ഗ്രൂണറുടെ വൈഫും നിൽക്കുന്ന ഒരു ഫോട്ടോ. അതായത് നമ്മുടെ ഗ്രൂണർ ഒരു കെയർ ടേക്കർ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടിനെ പോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അന്നത്തെ ദിവസം നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ കടൽ തീരത്ത് കുറേ കല്ലുകളൊക്കെ അടുക്കി വെച്ചിട്ട് അതിന് നടുവിലായിട്ട് ഒരു പ്രസൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു ക്രീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ടോയ് പോലെ. അതാരെങ്കിലും എടുത്തോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവനിപ്പോൾ രാത്രിയായപ്പോൾ ബൈനാക്കുലറോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ പുറത്തേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. സത്യം പറഞ്ഞ ഗ്രൂണർ ശരിക്കും ആരാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആകെ ഇല്ലാതായിരിക്കുകയാണ്. കാരണം എന്നെപ്പോലെ തന്നെയുള്ള ഒരാളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. അടുത്ത ദിവസം സന്ധ്യ ആയപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടൽ തീരത്തേക്ക് ഒരു പന്തവും പിടിച്ച് പോവാണ്. അപ്പോൾ അവൻ വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ ബോട്ട് ഉണ്ടായിരുന്നല്ലോ, ആ ബോട്ട് ഇപ്പോൾ അവിടെ കാണാനില്ല. അതിനടുത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടി ക്രീച്ചർ അവിടെ ഉണ്ടായിരുന്നു. അത് പതിയാണെന്നുണ്ടെങ്കിലും പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു ക്രീച്ചർ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ഒരുപാട് ക്രീച്ചേഴ്സ് അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കൂട്ടത്തിൽ അനേറിസും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അനേറിസ് ഭയങ്കര ബോൾഡായിട്ടാണ് നിൽക്കുന്നത്. അതായത് അടിമയായിട്ടൊന്നുമല്ല ഇവരുടെ അടുത്ത് പെരുമാറാനായിട്ട് വരുന്നത്. അപ്പോഴേക്കും ഗ്രൂണറാണെന്നുണ്ടെങ്കിൽ കലിതുള്ളി ഇവരുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് ആ ഒരു കുട്ടി ക്രീച്ചറിനെ അപ്പം തന്നെ തീർക്കുകയും ചെയ്യുന്നു. അത് ഫ്രണ്ട് തടയുകയാണ്. ഇവർക്ക് വേണ്ടതൊരു യുദ്ധമല്ല, ഇവർക്ക് നമ്മുടെ സ്നേഹവും അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പ് മാത്രമാണെന്ന് പറയുമ്പോഴൊന്നും ഗ്രൂണർ അത് കേൾക്കുന്നില്ല. ഉടനെ തന്നെ അനേറിസിൻ്റെ അടുത്ത് വീട്ടിലേക്ക് കയറടി എന്ന് പറയുമ്പോൾ അനേറിസ് ആണെന്നുണ്ടെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതോടുകൂടിയിട്ട് നമ്മുടെ സാഡിസ്റ്റ് ആയിട്ടുള്ള ഗ്രൂണറുടെ സ്വഭാവം ആകെ മാറി മറിയുകയാണ്. ഓ, അപ്പോൾ അങ്ങനെയാണല്ലേ, എന്നെ എല്ലാവരും ഇട്ട് പോവാണല്ലേ, അത് വേണ്ട, ഞാൻ നിങ്ങളിട്ട് പോവാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് ഈ ലൈറ്റ് ഹൗസിലേക്ക് കയറി പോവാണ്. എന്നിട്ട് ഇതുങ്ങളെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് റൈഫിൾ ഉപയോഗിച്ചിട്ട് വെടിവെച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്രണ്ട് ഓടിപ്പോയിട്ട് നമ്മുടെ ഗ്രൂണറുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മൾ ശരിയല്ലായിരുന്നു, നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറയുമ്പോഴും ഗ്രൂണറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള രീതിയിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള ഗ്രൂണറാണെന്നുണ്ടെങ്കിൽ അവിടെ ഇല്ലാതാവുകയാണ്. അതായത് ഈ ക്രീച്ചേഴ്സ് മൊത്തം വന്നിട്ട് ഇപ്പോൾ ഗ്രൂണറെ തീർത്ത് കളയുകയാണ്. ഒരുപാട് മാസങ്ങൾ കടന്നു പോയിരിക്കുന്നു. പുതിയൊരു കപ്പൽ ഈ ഒരു ഐലൻഡിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിലെ ക്യാപ്റ്റൻ നമ്മുടെ ഫ്രണ്ടിനെ കണ്ടിട്ട് അവനാണ് ഗ്രൂണർ എന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് പുതിയൊരു വെതർ ഒബ്സർവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതായത് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അതേ സീൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആ ഒരു വെതർ ഒബ്സർവർ ടൈഫസ് വന്നു മരിച്ചു എന്നുള്ള ആ അതേ കള്ളം നമ്മുടെ ഗ്രൂണർ സിനിമയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കള്ളം ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഈ ഒരു ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുകയാണ്. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ കടലിലേക്ക് നോക്കുമ്പോൾ 2-3 കപ്പലുകൾ അവിടെ വന്ന് കിടപ്പുന്നുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റനും പറയുന്നുണ്ട് ഇപ്പോൾ ലോകം മൊത്തം യുദ്ധമാണെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനേറിസിനെയാണ്. അവൾ ഈ കപ്പലും ആളുകളെയും എല്ലാം കണ്ടിട്ട് കടലിലേക്ക് എടുത്ത് ചാടുന്നതും കാണിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? ഇത് ശരിക്കും ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് എടുത്ത സിനിമയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. ആ ഒരു ഫീലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. ഒന്നും നോക്കണ്ട, ജിയോ സ്റ്റാറിൽ പടം കിടപ്പുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാണ്ട് ഞാൻ ഈ ഒരു പടം കണ്ടു തുടങ്ങിയത്. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പടം അങ്ങോട്ട് കയറി കൊടുത്താൻ തുടങ്ങി.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ക്ഷമിച്ചേക്കുക. പിന്നെ നിങ്ങളാണ് ഇങ്ങനൊരു ഐലൻഡിൽ പെട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? ഈ ഒരു ജീവികളെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കുമോ, അല്ലെങ്കിൽ അതിനെ ഫ്രണ്ട്സാക്കി മാറ്റുമോ? നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.